എല്ലാ വട്ടത്തെ പോലെ തന്നെ പാലട പ്രഥമൻ ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ട്. തിരുവോണ ദിനത്തിൽ അമ്മൂമ്മയുടെ വീട്ടിൽ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു ആചാരം കൂടിയാണ് കേട്ടോ അത്. ഒരിക്കൽ പോലും നമ്മൾ തെറ്റിക്കാത്തതും ഇനി അങ്ങോട്ടേക്ക് തെറ്റിക്കാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ആചാരം. ആക്ച്വലി അമ്മയ്ക്ക് ഒരു ചേച്ചിയും ഒരു അനിയത്തിയാണുള്ളത്. അപ്പം നമ്മുടെ ഹോൾ ഫാമിലി ഒത്തുചേരുന്ന ഒരു ദിനം എന്നൊരു പ്രത്യേകത കൂടെ തിരുവോണത്തിനുണ്ട്. ബിക്കോസ് വർഷത്തിൽ വരുന്ന ഈ ഓണത്തിനും വിഷുവിനും മാത്രമേ നമ്മളെല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലുമൊക്കെ കല്യാണം വന്നാൽ പിന്നെയും സെറ്റാണ്, എല്ലാവരും കാണും. അല്ലെങ്കിൽ പിന്നെ വ്യത്യസ്ത തരം ഫാമിലി യുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തുചേരും. ചില വേണ്ടപ്പെട്ട മരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നാലും ഈ കൂട്ടത്തിൽ കുറച്ച് പേരെ ഫേസ് ടു ഫേസ് കാണാറുള്ളൂ. ഇവമോള് ഭയങ്കര സജീവമായിരുന്നു ഇത്തവണത്തെ ഓണത്തിന്. ഇങ്ങനെയുള്ള ദിനങ്ങളിൽ നമ്മൾ കുട്ടികളുടെ പ്രത്യേക ഡ്യൂട്ടിയാണ് ഇല വെട്ടാൻ പോവുക, അച്ചാർ വിളമ്പുക, ഉപ്പ് വിളമ്പുക, സലാഡ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമൊക്കെ. പിന്നെ പാചകപ്പുരയിലോട്ട് വരുമ്പോൾ അഗ്രഗണ്യൻ എപ്പോഴും അച്ഛൻ തന്നെയായിരിക്കും. അച്ഛൻ മീൻസ് വല്ലിച്ചനാണ്. പക്ഷെ നമ്മൾ കുഞ്ഞിലെ അച്ഛൻ അച്ഛൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ പാചകപ്പുരയിൽ ശിഷ്യത്വം വഹിക്കുന്നത് മേമയാണ്, മീൻസ് ഹെൽപ്പറായിട്ട്. ഈ രണ്ട് പാവങ്ങൾ വർഷങ്ങളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അന്നേ ദിവസം ബിരിയാണി ഓർ നെയ്ച്ചോറ് ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ദിവസം നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അന്നേ ദിവസം എൻ്റെ സ്വന്തം അച്ഛനും ചെറിയച്ഛനും ഭയങ്കര തിരക്കിലായിരിക്കും. ഇത്തവണത്തെ ഓണത്തിന് അവർ ഭയങ്കര ഉറക്കത്തിലാണെന്ന് കേട്ടത്. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ശല്യപ്പെടുത്താനും പോയില്ല. പിന്നെ ഈ ഒരു ഷോട്ട് കണ്ടപ്പോൾ ഞാൻ ഇപ്പോഴാണത് കണ്ട് ചിരിക്കുന്നത്. ലൈക്ക് എന്താ പറയുക, എൻ്റെ മെമ്മറി ആരും ജഡ്ജ് ചെയ്യരുത് ഗൈസ്. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണല്ലോ. ചില ടൂളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പാചകം 100% ആവുള്ളൂ. ഇത് അടുത്തൊരു ആയുധമാണ്, പച്ചില മട്ടൽ. ഇപ്പം നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഒരുപാട് പേരുണ്ടാകുമ്പം നമ്മൾ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. പിന്നെ ഇതൊന്നും നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ കേരളത്തിൻ്റെ തനത് സ്റ്റൈലാണ്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഓണം പ്രമാണിച്ചൊരു ഫാമിലി ഗെയിമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിലും സാഹചര്യം അതിന് സമ്മതിക്കാറില്ല. ഇങ്ങനെ ആരെങ്കിലും കരയിപ്പിക്കാനും തളർത്താനൊക്കെ ഉണ്ടായിരിക്കും. ഇത്തവണ വലിയ അമ്മൂമ്മ കരയിപ്പിച്ചതാണ് അക്കുവിനെ. എന്താ ചെയ്യുക, ഓരോരുത്തരൊക്കെ ഓരോ മൈൻഡ്. ഇതൊക്കെ വളരെ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഗെയിമൊന്നും കളിക്കാൻ നേരം ഉണ്ടാവാറില്ല. എന്നാലും എല്ലാ ഇണക്കങ്ങളും പിണക്കങ്ങളും കൂടി നമ്മുടെ ഫാമിലി ഓണം അടിപൊളിയാവാറുണ്ട്. അത്രയേ ഉള്ളൂ.